പല ഫാൻസും പറയുന്ന കേട്ടും ഇതിലൊരു ത്രില്ലില്ല, കഴിഞ്ഞ വേൾഡ് കപ്പിന് കിട്ടിയ ഒരു ത്രില്ല് ഈ ഒരു വേൾഡ് കപ്പിന് ഈ ഒരു വിജയത്തിന് കിട്ടിയില്ല എന്നൊക്കെ. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് വിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ത്രില്ല് ഉണ്ടാവത്തില്ല. നമ്മൾ 2011 അല്ലെങ്കിൽ പോട്ടെ 2007 T20 വേൾഡ് കപ്പ് എടുക്കുന്ന സമയത്ത് ഞാനും ജനിച്ച സമയത്തിനിടയ്ക്ക് ഇന്ത്യ ഒരു വേൾഡ് കപ്പ് വിൻ ചെയ്തിട്ടില്ല. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത്. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരുന്നു. അതിനുശേഷം 2011 ഈ ODI വേൾഡ് കപ്പ് വിൻ ചെയ്തപ്പോഴും അതുമല്ല, ഫസ്റ്റ് ODI വേൾഡ് കപ്പ് വിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 1983 ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ODI വേൾഡ് കപ്പ് വിൻ ചെയ്യുന്ന ഒരു ബിഗ് തിങ് ആയിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച്. അതിനുശേഷം വീണ്ടും ഒരു 10 വർഷം അല്ലെങ്കിൽ ICC ടൂർണമെൻറ്റ്സ് ഒന്നും വിൻ ചെയ്യാതിരുന്നിട്ട് 2024 വന്നിട്ട് ഇന്ത്യ T20 വേൾഡ് കപ്പ് വിൻ ചെയ്തപ്പോൾ അതും ഒരു വലിയ ആഘോഷമായിരുന്നു. കാരണം എന്താ, ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് ഇന്ത്യ ആ ഒരു ട്രോഫി വിൻ ചെയ്തതെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിനുശേഷം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി വിൻ ചെയ്യുന്നു, അതിനുശേഷം വിമൻസ് വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നു, അതിനുശേഷം ഏഷ്യ കപ്പ് വിൻ ചെയ്യുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ട്രോഫീസ് ഇന്ത്യൻ ഫാൻസ് ഇങ്ങനെ കണ്ട് 2026 T20 വേൾഡ് കപ്പോടെ വിൻ ചെയ്തപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് സ്വാഭാവികമായിട്ട് കിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സക്സസ് അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു കിക്ക്, പഴയ അന്ന് കിട്ടിയ ആ ഒരു കിക്ക് 2011-ൻ്റെയോ 2024-ൻ്റെയോ കിക്ക് നമുക്ക് ഇതിൽ കിട്ടില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ഈ ട്രോഫി ഈ വിൻ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇന്ത്യൻ ഫാൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കേണ്ടത് തന്നെയാണ്.